നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വൈകുന്നതിനെതിരെ മെയ് 25 ശേഷം ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാൻ CPM ശ്രമിക്കുകയാണെന്നും അതിന് BJP കൂട്ടുനിൽക്കുന്നുവെന്നും അൻവർ ആരോപിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനത്തിൽ തിടുക്കമില്ല. ഈ ആഴ്ച VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി UDFൽ ഉൾപ്പെടുന്ന കാര്യത്തിൽ വേഗം തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടുമെന്നും ഘടകകക്ഷികൾക്ക് ഇക്കാര്യത്തിൽ എതിർപ്പില്ലെന്നും അൻവർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുക എന്ന പിണറായിയുടെ ആവശ്യത്തിന് കേന്ദ്രം കൂട്ടുനിൽക്കുന്നുവെന്നും അൻവർ ആരോപിച്ചു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിറകോട്ടു പോകുന്നുവെന്ന് സംശയിക്കുന്നതായും PV അൻവർ ആരോപിച്ചു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇനിയും വൈകിയാൽ കോടതിയെ സമീപിക്കുമെന്നാണ് അൻവറിന്റെ നിലപാട്. UDF പ്രവേശനത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായി PV അൻവർ മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പാണക്കാട് സാദിഖലി തങ്ങളുടെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയിൽ PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തിരുന്നു. പാലക്കാട് മോഡൽ കാലുമാറ്റം നിലമ്പൂരിലുണ്ടാകില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും രമേശ് ചെന്നിത്തലയും പറഞ്ഞിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം പിണറായി സർക്കാരിന്റെ പതനത്തിന് ആരംഭമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയമുറപ്പാണെന്നും ഫലം വരുന്നതോടെ കേരളത്തിൽ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റമുണ്ടാകും, ദേശീയ രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാകും, വർഗീയത പരത്തി നേട്ടം കൊയ്യാനുള്ള CPM BJP ശ്രമം കേരളത്തിൽ വില പോകില്ല എന്നും രണ്ടാമതും പിണറായി സർക്കാരിനെ അധികാരത്തിലേറ്റിയതിൻ്റെ കുറ്റബോധത്തിലാണ് ജനങ്ങൾ. തെറ്റുതിരുത്താനുള്ള അവസരമായാണ് ഉപതെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നതെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരുന്നു. പണം ഞങ്ങൾ തരും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് സമയമുണ്ടാകുമെന്ന കണക്കുകൂട്ടലുമായിട്ടാണ് പ്രചരണ രംഗത്ത് UDF സജീവമായിട്ടുള്ളത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ ഉൾപ്പെടെ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും തുടർന്ന് നടത്തേണ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയുമെല്ലാം മുസ്ലിം ലീഗ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തത് വലിയ ആശങ്കയാണ്. ഈ മാസം 25 ശേഷവും വൈകിയാൽ കോടതിയെ സമീപിക്കാനാണ് PV അൻവറിന്റെ നിലപാട്.